ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചിക്കടുത്തുള്ള ആളിയാർ ഡാമാണിത്. ഇവിടെ ടിക്കറ്റ് റേറ്റ് എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മളെ സ്വാഗതം ചെയ്യാൻ ഒരു സ്റ്റാച്ചു ഇവിടെ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നേരെ കാണുന്ന ചിൽഡ്രൻസ് പാർക്കാണ്. അതിനകത്ത് കയറിയാൽ ഒരു കുഞ്ഞ് കനാലിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കുട്ടികളും മുതിർന്നവരും അതിനകത്ത് കളിക്കുന്നത് കാണാം. വൃന്ദാവൻ ഗാർഡൻസിലേതുപോലുണ്ട് ഇവിടെ. പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്കായി, മിനി തീം പാർക്ക് ഉണ്ട്, പൂന്തോട്ടമുണ്ട്. അങ്ങനെ സന്ദർശകർക്ക് ആസ്വദിക്കാനായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 1962 ഒക്ടോബർ 2-ന്, അതായത് ഗാന്ധി ജയന്തി ദിവസം, അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഈ ഡാം ഉദ്ഘാടനം ചെയ്തത്. ഈ റിസർവോയറിൻ്റെ ഭൂരിഭാഗവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഈ സ്റ്റെപ്പുകൾ കയറി നമുക്ക് മുകളിലേക്ക് ഒന്ന് പോവാം. ഇന്നത്തെ വെയിലിന് അധികം ചൂടില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. സ്റ്റെപ്പുകൾ കയറി നമ്മൾ ഇവിടെയാണ് എത്തുന്നത്. ഇരുവശത്ത് നല്ല നീണ്ടു കിടക്കുന്നുണ്ട് റോഡ്. കണ്ണെത്താ ദൂരത്തോളം വെള്ളവും മനോഹരമായ മലനിരകളും ഉണ്ട് ഇവിടെ. പശ്ചിമഘട്ടത്തിലെ ആനമല മലനിരകളിൽ വാൽപ്പാറയുടെ താഴ്വരയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതിവിശാലമായ ആളിയാർ ഡാമിൻ്റെ റിസർവോയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് സ്റ്റെപ്പുകളുണ്ട്. കുറേ പേർ അവിടെ എത്തി നിൽക്കുന്നു. ഞങ്ങളും അവിടെ ചെന്നു. ചെറിയ ചെറിയ മീനുകളെയൊക്കെ കാണാം. ഇവിടുന്ന് ഈ ദൃശ്യങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് നമുക്കിവിടുന്ന് നേരിട്ട് കാണാൻ. നമുക്കിനി വലിയ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോവാം. മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഇങ്ങോട്ട് വരാം. നല്ലൊരു പിക്നിക് സ്പോട്ടാണിത്. ഇത്രയും സ്റ്റെപ്പ് കയറി വന്നതിൻ്റെ ഫലമുണ്ട് കേട്ടോ. എത്ര ഭംഗിയുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കുറേ മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇവിടെ. നിങ്ങളും ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. നമുക്ക് പതുക്കെ താഴോട്ട് ഇറങ്ങാം. നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രകൃതി ദൃശ്യങ്ങൾ എത്ര മനോഹരമാണല്ലേ. കുട്ടികൾക്ക് കളിക്കാനുള്ള വിശാലമായ ഈ പാർക്കും ക്ലീനായി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. നമുക്ക് അതിനടുത്തേക്കൊന്ന് പോവാം. ഫൗണ്ടൻ വർക്കിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ വെള്ളം വീഴുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഈ സ്ഥലം നല്ല മനോഹരമായിട്ടുള്ളതുകൊണ്ട് കുറേ ഫോട്ടോസ് ഇവിടെ നിന്ന് എടുത്തു. ഓരോ ഫോട്ടോസും പിന്നീട് ഓരോ മെമ്മറീസാണ്. നമ്മൾ പുറത്തിറങ്ങി ഫിഷ് മാരിനേറ്റ് ചെയ്ത് പൊരിക്കാൻ റെഡിയായി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ തെരുവുകളിൽ. കടകളിൽ ഇൻസ്റ്റൻ്റ് ആയത് പൊരിച്ചും തരും. അമ്പലത്തിൽ പോണതുകൊണ്ട് നമ്മളത് കഴിച്ചില്ല. ഇത് പഴയ ഗോലി സോഡ. പണ്ട് പച്ച അല്ലെങ്കിൽ നീല ബോട്ടിലിൽ കിട്ടുന്നത്, ഇപ്പോൾ അത് കളർഫുള്ളായ ബോട്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.